ഡിമെൻഷ്യ വരാനായിട്ട് പലതരം റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിലെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളോട് ശ്രദ്ധിച്ച് നമുക്ക് ആ ഒരു അവയർനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഡിമെൻഷ്യ തടഞ്ഞു നിർത്താൻ സാധിക്കും. അതിലൊരു ഫാക്ടറാണ് ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ, ഏകാന്തതയും ഒറ്റപ്പെടലും എന്ന് പറയും. നമ്മളിൽ മിക്ക പേരും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. വളരെയധികം ഐസൊലേറ്റഡ് ആയിട്ട്, ലോൺലി ആയിട്ട്, അധികം ആരും അടുത്തും സംസാരിക്കാൻ ഒരു അവസരമില്ലാതെയോ അല്ലെങ്കിൽ സംസാരിക്കാതെ പല കാരണങ്ങൾ കൊണ്ട് ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ ഉണ്ടാവാം. അപ്പൊ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമായിട്ടാണ് പറയുന്നത്. ഒരു റിസർച്ച് സ്റ്റഡി ഈയിടെ ഹൈലൈറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ലോൺലിനെസ് എന്ന് പറയുന്നത് ഇസ് ഇക്വലന്റ് ടു സ്മോക്കിംഗ് 15 cigarettes a day. ഒരു ദിവസം 15 സിഗരറ്റ് വലിക്കുന്ന അത്രത്തോളം ഹാനികരമാണെന്നാണ് പറയുന്നത് ഈ ലോൺലിനെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. നമ്മുടെ സീനിയേഴ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 55-60 വയസ്സൊക്കെ കഴിയുമ്പോൾ ലോൺലിനെസ്സിനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. കാരണം ജോലി ഉണ്ടായിരുന്നവരാണെന്നുണ്ടെങ്കിൽ റിട്ടയർ ചെയ്തിട്ട് പിന്നെ വീട്ടിൽ തന്നെ ഒതുങ്ങി കഴിയാൻ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അധികം സോഷ്യലൈസ് ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പല കാരണങ്ങളുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും എത്രത്തോളം ക്രിട്ടിക്കൽ ആണെന്നുള്ളത് നമ്മൾ എല്ലാവരും, ഫാമിലി മെമ്പേഴ്സ് ഉൾപ്പെടെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ ഡിമെൻഷ്യയിലേക്ക് നയിക്കപ്പെടുന്നത്? ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ്, കാലക്രമേണയാണ് അതിനുള്ള സാധ്യതയുള്ളത്. അപ്പൊ ലോൺലിനെസ് എന്ന അവസ്ഥയിൽ നമ്മൾ വളരെ ഒറ്റപ്പെട്ട്, നമ്മൾ ആരുടെ സംസാരിക്കാതെയും സോഷ്യൽ ഇന്ററാക്ഷൻസ് ഇല്ലാതെയും നമ്മൾ ഒരു ആക്ടിവിറ്റീസും ചെയ്യാതെ ഒരു ഡിപ്രഷൻ മോഡിലേക്ക് പതിയെ പോയേക്കാം. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ബ്രെയിൻ ഒരു സ്ട്രെസ് മോഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബ്രെയിനിന് ഒരു ആക്ടിവിറ്റീസും ഇല്ല, ബ്രെയിൻ ഒരു സ്റ്റിമുലേഷനും ഇല്ല, അപ്പോൾ ഒരു സ്ട്രെസ് മോഡിലേക്ക് പോകും. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ആഹാരത്തിനോടൊരു വിരക്തി വരും, ആഹാരം കുക്ക് ചെയ്യാനും കഴിക്കാനും ഒക്കെ ഒരു മടി ഉണ്ടാവും, പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട് കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ, ബോഡിയുടെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കും. അത് ഇവഞ്ച്വലി ഇങ്ങനെ സ്പൈറൽ ചെയ്ത് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ വർഷങ്ങൾ കാലക്രമേണ ബാധിക്കുകയും അത് ഡിമെൻഷ്യ വരാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നുണ്ട്.